അപ്പൊ താൻ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. ദേ ഇപ്പൊ പുറപ്പെട്ട രാത്രി ഒരുപാട് വൈകുന്നതിന് മുൻപ് അങ്ങ് എത്താല്ലോ. ഗസ്റ്റ് ഹൗസിലെ അമ്മയും സന്ദീപും ഉണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനുമില്ല. രാവിലെ തന്നെ ഈ മോതിരം വിദ്യ അമ്മയെ തിരിച്ചേൽപ്പിക്കണം. എങ്കിലൊരു കാര്യം ചെയ്യാം, താൻ തനിച്ചു പോകണ്ട, ഞാനും വർഷയും കൂടി ഒപ്പം വരാം. ആഹാ, എന്റെ തമ്പിയേടന് പെട്ടെന്നൊരു മനസ്സ് മാറ്റം. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ആ പിന്നൊരു കാര്യം, ഞങ്ങൾ കൂടെ വരുന്നത് സന്ദീപിനെ എങ്ങനെയെങ്കിലും കൂടെ കൊണ്ടുപോരാനാ. പറ്റിയ നാളെ വൈകിട്ട് തന്നെ അവിടെ നിന്ന് തിരിക്കണം. അത് മനസ്സിലുറപ്പിച്ച് തന്നെയാ ഞാൻ പോകാൻ തയ്യാറായത്. ഇനി സന്ദീപ് അവിടെ നിന്ന ശരിയാവില്ല. അല്ലെങ്കിലും അവനിവിടെ വന്നാലേ ഇൻകം ടാക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് താൻ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവനെ നമ്മുടെ കൂടെ കൊണ്ടുവന്നേ പറ്റൂ. അക്കാര്യം ഓർത്ത് തമ്പിയേട്ടൻ വിഷമിക്കണ്ട. നമ്മൾ സന്ദീപിനെയും കൂട്ടിയേ അവിടുന്ന് മടങ്ങുന്നുള്ളൂ. പോരെ? തമ്പിയേട്ടൻ റെഡിയാവ. ശരി.